അമേരിക്ക അന്തം വിട്ടിരിക്കുക. ചൈന, റഷ്യ, ഇന്ത്യ ഷാങ്ഹായ് ഉച്ചകോടിയിൽ 3 ലോക നേതാക്കന്മാർ ഒരുമിച്ച് നിന്ന് 3 രാജ്യങ്ങൾ ചേർന്നൊരു വലിയ സഖ്യം രൂപപ്പെടുന്നു. അപ്പോൾ അമേരിക്കയുടെ ആദ്യത്തെ പ്രതികരണം വന്നു, അത് ഈ എണ്ണക്കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഇടപാട് കൊണ്ട് ഇന്ത്യയിലെ ബ്രാഹ്മണർക്ക് മാത്രമാണ് നേട്ടം. ഇന്ന് രാഷ്ട്രീയം പറയാതെ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ജാതി പറയുന്നു അമേരിക്ക. എന്താ ഇതിന്റെ പൊരുൾ? എന്താണ് പ്രസ്താവനയുടെ പൂർണ്ണരൂപം? ഇത് പീറ്റർ നവാറോ എന്ന് പറഞ്ഞ ഉപദേഷ്ടാവാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അഭിമുഖത്തിലാണ് അയാളത് പറഞ്ഞത്. അപ്പോൾ അയാള് സീനിയർ കൗൺസിലർ ഫോർ ട്രേഡ് ആൻഡ് മാനുഫാക്ചറിങ് ആണ് വൈറ്റ് ഹൗസില്. ഈ കച്ചവടത്തിന്റെ പ്രധാന കച്ചവടക്കാരൻ അയാളാണ്. ഈ വക കാര്യങ്ങളിൽ മറ്റേ ട്രംപിന്റെ ഗുരു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് മോദിയുടെ യുദ്ധമാണ് യുക്രൈനിൽ നടക്കുന്നത് എന്നൊക്കെ അയാള് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പൊ ഫോക്സുമായിട്ടുള്ള അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ സി ജിൻപിങ്ങുമായും പുടിനുമായും എന്ത് അടിസ്ഥാനത്തിലാണ് മോദി സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണത്. ജനങ്ങള് ഈ തട്ടിപ്പ് മനസ്സിലാക്കണം. ബ്രാഹ്മണർ ഇന്ത്യൻ ജനതയുടെ ചെലവിൽ ലാഭമുണ്ടാക്കുകയാണ്. ഇയാളുടെ ധാരണ മോദിയും ബ്രാഹ്മണനായിരിക്കുന്നതായിരുന്നു. മോദി ബ്രാഹ്മണനാണ്. ഈ ഭരണത്തില് മുകളിലിരിക്കുന്ന ആളുകളൊക്കെ ബ്രാഹ്മണരാണെന്ന് ദ്രൗപദി മുർമു ബ്രാഹ്മണ സ്ത്രീയാണ്. കാരണം മുർമുവിന് ഷീ ജിൻപിങ് കത്തെഴുതിയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ബ്രാഹ്മണന്മാരുടെ എന്ന് പറഞ്ഞാൽ ഈ BJP പറ്റിയിട്ട് പല ആളുകൾ എപ്പോഴും പറയുന്നത് ബ്രാഹ്മണരുടേതാണ്. പല പുസ്തകങ്ങൾ ഇറങ്ങുമ്പോഴും ഒക്കെ ഇയാള് നവാറോ എന്ന് പറഞ്ഞ ബുദ്ധിയും വിവരമില്ലാത്ത ഇയാൾ വായിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ ഇത് ബ്രാഹ്മണരുടെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ 2014 മുമ്പുള്ള പല കഥകളും ഇതിനെ ശരിവെക്കുന്നത്. ഇപ്പൊ വാജ്പേയി എന്ന് പറയുമ്പോൾ വാജ്പേയി യാഗം നടത്തിയ കുടുംബത്തിൽ പെട്ട ഒരാളാണെന്നുള്ള നിലയ്ക്ക് യാഗത്തിന്റെ അധികാരികൾ എന്നൊക്കെ വാജ്പേയി ഒക്കെ വെച്ചിട്ടൊക്കെ പറയാമായിരിക്കും. അന്നും ഇതിൻ്റെ അകത്ത് അതിന് ബ്രാഹ്മണ ഹെജിമണി എന്നൊന്നും പറയാനില്ല. ക്ഷത്രിയന്മാരോ വേറെ ആളുകളോ ഒക്കെ ഇല്ലേ. ആ കാലത്തും മറ്റേ ആന്ധ്രയിൽ നിന്നുള്ള ബംഗാരു ലക്ഷ്മൺ BJP ദേശീയ പ്രസിഡന്റ്. BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥ എടുത്താൽ രാഷ്ട്രപതി ദളിത്, പ്രധാനമന്ത്രി OBC, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ OBC MLA മാർ, പിന്നോക്ക സമുദായത്തിലുള്ള MLA മാർ BJPയിൽ, ഏറ്റവും കൂടുതൽ പട്ടികജാതി MLA മാർ അല്ലെങ്കിൽ SC/ST MP മാർ BJPയിൽ. മുൻ MP ഇനി വരാൻ പോകുന്ന വൈസ് പ്രസിഡന്റ് മറ്റേ വെള്ളാള ഗൗണ്ടറാണ് അദ്ദേഹം. അതെ, രാധാകൃഷ്ണൻ, കോയമ്പത്തൂരിൽ നിന്ന്. ഈയിടെ വലിയൊരു അബദ്ധം നമ്മുടെ ഈ അടുപ്പ് കൂട്ടി ചർച്ച നടന്ന മീഡിയ ഫണ്ട് പറ്റി. ഈ 6 ഏക്കർ ഭാരതാംബയുടെ കാര്യമൊക്കെ ഒരു വാർത്ത ഉണ്ടാക്കി. ഇദ്ദേഹം ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ പോയപ്പോൾ അദ്ദേഹം പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആളാണ്. ഗോവയിലെ അദ്ദേഹം പിന്നാക്ക സമുദായ കമ്മീഷന്റെ ചെയർമാനുമായിരുന്നു ഗോവയില്. അങ്ങനെ ഒരു മീഡിയ ഫണ്ട് അബദ്ധം പറ്റി. അതെ, ആളുകളെ കണ്ടിട്ടൊക്കെ തീരുമാനിക്കുകയാണ് അവര്. അപ്പോ ഇയാളോട് ചോദിച്ചു ചൈന വാങ്ങുന്നതോ എന്ന് ചോദിച്ചു എണ്ണ. അപ്പൊ അയാൾ പറഞ്ഞു ഇന്ത്യക്കെതിരെ 50% ചുമത്തിയിട്ടുണ്ട്, 50-ന് മുകളിൽ ചൈനയ്ക്കും ചുമത്തിയിട്ടുണ്ട്. എന്നിട്ടൊരു വാചകം, ഞങ്ങളെ ബാധിക്കാതെ വേണമല്ലോ ഞങ്ങൾ ചുമത്താൻ എന്ന്. ഞങ്ങൾക്ക് പണി കിട്ടരുത്. അപ്പൊ ചൈനയിൽ നിന്ന് പണി കിട്ടും, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പണി കിട്ടില്ല, നമ്മൾ വഴങ്ങി കൊടുക്കും എന്നുള്ള ധാരണയിലായിരുന്നു അമേരിക്ക നിന്നത്. മനസ്സിലായില്ല പഴയ ഇന്ത്യ അല്ല ഇന്ത്യ. അതാണ്. അപ്പൊ ഇന്ത്യ അത് മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിഭീകരമായ തിരിച്ചടി. ഇനിയിപ്പോ നമ്മള് ഈ SCO ഉച്ചകോടി ഒക്കെ നടന്നല്ലോ, മോദിയൊക്കെ പങ്കെടുത്തത്. ഇതിനേക്കാൾ പ്രധാനമായിട്ട് ചൈന കാണുന്നതാണ് ആ വിക്ടറി പരേഡ് എന്ന് പറഞ്ഞ സംഭവം. വിക്ടറി പരേഡില് 26 രാജ്യങ്ങളുടെ തലവന്മാർ, 26 രാജ്യങ്ങളുടെ പ്രതിനിധികളല്ല, രാഷ്ട്രത്തലവന്മാർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഷെരീഫ് മുയിസു മാലിയുടെ, മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, നമ്മുടെ ഉത്തര കൊറിയയുടെ സുപ്രീം ലീഡർ കിം, ഇങ്ങനെ പുടിൻ, ഇങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. മോദി അവിടെ പോയി മോദിയിൽ പങ്കെടുക്കുന്നില്ല. എന്തിനാണ് ഈ ഷെരീഫുള്ളിടത്തൊക്കെ നമ്മൾ പോയി പങ്കെടുക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവിടെ നമ്മൾ നിന്ന് കൊടുക്കുന്നില്ല. മാത്രമല്ല വേറൊന്നുണ്ടായില്ല, ജപ്പാനിൽ നിന്നാണ് മോദി ബെയ്ജിങ്ങിലേക്കൊക്കെ പോയിരിക്കുന്നത്. ജപ്പാനെ തീരെ ഇഷ്ടമല്ല
ചൈനയ്ക്ക്. കാരണം ജപ്പാനുമായിട്ടുള്ള ജപ്പാൻ കീഴടങ്ങിയതിന്റെ വാർഷികമാണ് ഈ വിക്ടറി പരേഡ് എന്ന് പറഞ്ഞ് കൊണ്ടാടുന്നത് 1945. കാരണം ജപ്പാനെതിരെ പോരാടിയ രാജ്യങ്ങളാണ് ചൈനയും സോവിയറ്റ് യൂണിയനും. 1937 മുതൽ ഈ വാർ തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ചൈനയും സഖ്യ ശക്തികളുടെ കൂടെ ഉണ്ടായിരുന്നത് ചൈനയും സോവിയറ്റ് യൂണിയനുമാണ്. ചൈനയുടെ 1.4 കോടി ഭടന്മാർ കൊല്ലപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ ജപ്പാനെതിരെ പുതുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോദി ഒന്നും നോക്കാതെ ജപ്പാനിൽ പോയിട്ട് അവിടെ പോയിരിക്കുന്നു. മാത്രമല്ല വിക്ടറി പരേഡിൽ പങ്കെടുക്കുന്നുമില്ല. എന്ത് ധൈര്യമാണെന്ന് നോക്കും. അവിടെ സൗത്ത് ചൈന സീയില് മറ്റേ ജപ്പാൻ ആണ് ഫിലിപ്പൈൻസിനെതിരെ ഒക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പൈൻസിനെതിരെയാണ് ഇവരും നിലകൊള്ളുന്നത്. ചൈന ഫിലിപ്പൈൻസിനെതിരെ. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അവിടെ വന്ന് കിടപ്പുണ്ട്. ഇപ്പൊ ജപ്പാനിൽ കൊണ്ടുപോയി അമേരിക്ക ഒരു മിസൈൽ സിസ്റ്റവും വെച്ചിട്ടുണ്ട്. താൽക്കാലികമായിട്ട് സെപ്റ്റംബറിൽ 3 ആഴ്ച. അത് ഷാങ്ഹായിലേക്ക് നോക്കിയിരിക്കുന്ന മിസൈൽ സംവിധാനമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് എന്ത് ഗുണം കിട്ടുന്നു എന്നുള്ളത്. നമ്മൾ അത് മാത്രമേ ഉള്ളൂ. നമ്മൾ പക്ഷം പിടിക്കാനും കക്ഷി പിടിക്കാനും അല്ല പോകുന്നത്. ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഗുണമുണ്ടാവുന്ന എന്ത് സംഭവിക്കും. അപ്പം ഇതിനിടയ്ക്ക് രസകരമായൊരു സംഭവം ഉണ്ടാവുന്നുണ്ടല്ലോ. കഴിഞ്ഞ ഒരു 86 മണിക്കൂറായിട്ട് 90 മണിക്കൂറുകളായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കാണാനില്ല. ബുധനാഴ്ച വൈറ്റ് ഹൗസിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഈ ക്യാമറ കണ്ടാൽ അന്തം വിട്ട് ചാടുന്ന ട്രംപിനെ കാണാനേ ഇല്ല. അപ്പോൾ ട്രംപ് മരിച്ചു എന്ന തരത്തിലുള്ളൊരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലൊക്കെ അമേരിക്കയിൽ ട്രെൻഡ് ആവുന്നുണ്ട്. വെർ ഈസ് ട്രംപ്, ട്രംപ് ഈസ് ഡെഡ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടക്കുന്നത്. നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ പലർക്കും വിശ്വസിക്കുന്നില്ല. നമ്മൾ ചുമ്മാ തള്ളുവാന്നില്ല. അങ്ങനെയല്ല, അമേരിക്കയിൽ വലിയ ക്യാമ്പയിനാണ്. പക്ഷേ ട്രംപിൻ്റെ മൗനം, ഇതിനെക്കുറിച്ച് പോലും ഈ ഷാങ്ഹായ് ഉച്ചകോടിയെക്കുറിച്ച് പോലും ട്രംപ് അല്ല പറയുന്നത്, ട്രംപിൻ്റെ പ്രതിനിധിയാണ്. ട്രംപ് അയാളുടെ ഒരു വിടുപണി ചെയ്യുന്ന ഒരു ഡാഷിനെ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് അയാള് ഇത് മോദിയുടെ യുദ്ധമാണ്, മോദിക്ക് നമ്മൾ കാശ് കൊടുക്കുകയാണ്, ഇവിടെ കച്ചവടം ചെയ്തിട്ട് ആ കാശ് കൊണ്ട് അങ്ങേര് ആ യുദ്ധം നടത്തുകയാണ്, റഷ്യക്ക് കൊടുക്കുകയാണ്. ട്രംപ് അവിടെ ഈ ട്രംപ് മരിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കാനായിട്ട് 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, JD വാൻസ് പറഞ്ഞു ഞാൻ ഉണ്ടായാൽ ഞാൻ റെഡിയാണെന്ന്. അവിടെ ട്രംപ് മരിച്ചാലല്ലേ അയാൾക്ക് പ്രസിഡന്റ് ആകാൻ പറ്റുള്ളൂ. അതൊന്ന്. 2, അവിടെ പതാക വൈറ്റ് ഹൗസ് ഉൾപ്പെടെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഹാഫ് മാസ്റ്റായി, പകുതി താഴ്ത്തി. പകുതി താഴ്ത്തി എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റേ ട്രംപ് മരിച്ചുപോയി എന്നുള്ള സംഗതി. എന്തായിരിക്കും ശരിക്കും പകുതി താഴ്ത്തി എന്താന്ന് വെച്ചാൽ ഇല്ലിനോയിലെ ഒരു ട്രാൻസ്ജെൻഡർ സ്കൂളിൽ പോയിട്ട് 2 കുട്ടികളെ കൊന്നില്ലേ, അതിലുള്ള ദുഃഖാചരണമായിട്ടാണ് ഈ ഹാഫ് മാസ്റ്റാക്കി വെച്ചത് പതാക. പക്ഷേ ട്രംപിന്റെ ഒരു മൗനം പ്രകടമാണ്. ട്രംപിന് മൗനം എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി. എന്നിട്ടും പറഞ്ഞില്ല, ട്രൂത്ത് സോഷ്യലിൽ ഒരു കമന്റ് ഇട്ടതേ ഉള്ളൂ. അതെ, താഴത്തെ കോടതി തന്നെ ഇത് തിരിച്ചടി കിട്ടിയതാണ്. അപ്പീൽ കോടതി ഇപ്പൊ വീണ്ടും സംഗതി ശരിയാണ്, സുപ്രീം കോടതിക്ക് ഇതിങ്ങനെ വിധിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് നിയമത്തില് ഈ വകുപ്പില്ല, നികുതി ചുമത്താൻ പറ്റില്ല, താരിഫിന്റെ കാര്യം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. ഒരു അടിയന്തരാവസ്ഥയിൽ ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ പറയുന്ന വ്യവസ്ഥയിലാണ്. അപ്പോൾ ആ തിരിച്ചടിയോടുകൂടി, ഇതിപ്പോൾ ഒക്ടോബർ 14 വരെയാണല്ലോ സമയം കൊടുത്തിരിക്കുന്നത്, അതിഭീകരമായ തിരിച്ചടിയാണ്. കാരണം അയാൾ ഈ പറയുന്നത് ഒന്നും വില പോകാൻ പോകുന്നില്ല. ആ പിന്നീടുള്ള ചില താരിഫ് ഓർഡറുകളിൽ വേറെ ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുന്നു കോടതിയിൽ പറയാമെന്ന് വിചാരിച്ചിട്ട്. ഈ കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പത്തെ ഉത്തരവ് വെച്ചിട്ടാണ് കോടതിയിൽ പോയിരിക്കുന്നത്. കാനഡ, മെക്സിക്കോ തുടങ്ങിയ താരിഫുകൾ സംബന്ധിച്ചിട്ടാണ്. ഇതെല്ലാത്തിനും ബാധകമാണല്ലോ, നിയമം ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ തിരിച്ചടി പല തരത്തിലും നേരിട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇയാള് സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് വന്നപ്പോഴും നേരത്തെ മാക്രോണിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലെ ആ കയ്യില് ഇത് വന്നു കഴിഞ്ഞപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കാലില് കണങ്കാലില് രക്തം കെട്ടുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ സിരകൾ കാലിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആസ്പിരിൻ കഴിക്കുന്നുണ്ട് ഹൃദ്രോഗം വരാതിരിക്കാൻ. അപ്പോൾ ഹൃദയത്തിലേക്ക് പമ്പിങ് നടക്കാതെ കെട്ടിക്കിടക്കുന്നു. കാലിൻ്റെ അടിയിലുമൊക്കെ ഇങ്ങനെ
കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ നിറം മാറ്റങ്ങൾ, നമ്മൾ കാണുന്നത് കൈ മാത്രമാണല്ലോ. അപ്പോൾ ഒരു ഓന്തിന്റെ രൂപത്തിലായി ഇപ്പൊ ട്രംപ് എന്നുള്ള അർത്ഥം, നിറം മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരാളുടെ അസുഖത്തെ കുറിച്ച് നമ്മൾ തമാശ പറയാൻ പാടില്ല. നമ്മുടെ ശത്രുവിനെ പറ്റി നമുക്ക് എന്തും പറയാം, ഇതാണ് എൻ്റെ നയം. അപ്പൊ അതുകൊണ്ട് ഇയാളെ നമ്മളിപ്പോ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ചൈനയുമായിട്ട് കച്ചവടം നടത്താതിരിക്കാൻ പറ്റില്ല. വലിയ $10 ബില്യൺ വ്യാപാര കമ്മി കിടക്കുന്നുണ്ട്. വ്യാപാര കമ്മി അത്ര ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയാണ് കൂടുതൽ, കയറ്റുമതി അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കാശായിട്ട് അങ്ങോട്ട് കൊടുക്കുകയല്ല, കച്ചവടത്തിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കമ്മി. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് ഡെഫിസിറ്റ് കിടക്കുന്നതുകൊണ്ട് കച്ചവടം ചെയ്തേ പറ്റുള്ളൂ. ഗാൽവാൻ എന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല, ആ സമയം തീർന്നല്ലോ. അപ്പോൾ അതിർത്തി ഒക്കെ ശരിയാക്കി നമ്മൾ വീണ്ടും കച്ചവടത്തിന് പോകണം. എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് ചൈനയുമായിട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഇത് ശക്തിപ്പെടുന്നത് അങ്ങേര് താരിഫ് കൊണ്ട് ഉദ്ദേശിച്ചതിന്റെ വിപരീത ഫലമാണ്. അമേരിക്കക്ക് തന്നെയാണ് വലിയ തിരിച്ചടി ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് മറ്റേ ബ്രാഹ്മിൻ ഹെജിമണി എന്ന് പറഞ്ഞ് ഇങ്ങേരൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ജിഹാദികൾക്ക് വേണ്ടി രാഹുൽ പറയുന്ന മുദ്രാവാക്യം ഇയാൾ നവാരം ഉപയോഗിക്കാൻ തുടങ്ങി. അമേരിക്കയിൽ തന്നെ ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ബോസ്റ്റൺ പോലുള്ള ആദ്യത്തെ കുടിയേറ്റം നടന്നില്ലേ, ആ മേഖലകളിലുള്ള സായിപ്പന്മാരെ ബ്രാഹ്മിൻസ് എന്നാ പറയുക. ബ്രാഹ്മിൻസ് ആ അമേരിക്കൻ ബ്രാഹ്മിൻസ് എന്ന് പറയുക അവരെ. എന്താന്ന് വെച്ചാൽ അവര് ആദ്യം കുടിയേറിയ ആളുകളുണ്ടല്ലോ. അല്ല, ഹിന്ദു റിലേറ്റഡ് അല്ല. അല്ലാതെ ഇപ്പൊ ഉദാഹരണത്തിന് TS എലിയറ്റ് ബ്രിട്ടനിൽ നിന്ന് കുടിയേറിപ്പോയി അവിടെ താമസിക്കുമ്പോൾ TS എലിയറ്റ് ഈ സംസ്കാര സാഹിത്യം ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിലെ ഇവരെയൊക്കെ അമേരിക്കൻ ബ്രാഹ്മിൻസ് എന്നാണ് അവിടെ വിളിക്കുന്നത്. അപ്പൊ അവിടെയും ഉണ്ട് ഈ സംഗതി. അപ്പൊ ഇയാള് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്തൊരു സെറ്റപ്പിൽപ്പെട്ട ആളായിരിക്കും ഇയാളെ, ഈ നവാരോ. അല്ലെങ്കിൽ ഇങ്ങനെ വർത്താനം പറയുമോ? ഇന്ത്യയെ പറ്റി ഒരു വിവരം ഇല്ലാതെയാണല്ലോ ഈ വർത്താനം പറഞ്ഞത്. മോദി ആരാണെന്നും അറിയില്ല. ഇവിടുത്തെ ജിഹാദി ഇടതുപക്ഷ അജണ്ടയുടെ ഭാഗമായിട്ട് അയാൾ പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.